പ്രൈസ് ദി ലോർഡ്. ഒരു ചെറിയ മെഡിറ്റേഷൻ ടുഡേ. ഹൃദയത്തെ നോക്കുന്ന ദൈവം. ശരീരശാസ്ത്രപ്രകാരം മനുഷ്യൻ്റെ ഒരു സുപ്രധാന അവയവമാണ് ഹൃദയം, അല്ലേ? അതിനെ സർവശക്തനായ ദൈവം കാണുന്നത് എങ്ങനെയാണ്? മനുഷ്യൻ്റെ വിചാര വീക്ഷണങ്ങളുടെ ആസ്ഥാനമായിട്ടാണ് ദൈവം കാണുന്നത്. മനുഷ്യന് ഹൃദയത്തെ ബാഹ്യനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ കഴിയാത്തതുപോലെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളും നിരീക്ഷണങ്ങളും മനസ്സിലാക്കുവാനും അവന് സാധ്യമല്ല. എന്നാൽ ദൈവത്തിനോ, അത്യുന്നതനായ ദൈവത്തിനാകട്ടെ, മനുഷ്യ ഹൃദയത്തെ ആരാഞ്ഞറിയുവാനും ശോധന ചെയ്യുവാനും കഴിയും. ഹൃദയം എല്ലാത്തിനേക്കാളും കാപട്യവും ദുഷ്ടതയും ഉള്ളതാകുന്നു, അല്ലേ? അത് ആരാഞ്ഞറിയുവാൻ അതാരാണ് ആരാഞ്ഞറിയുന്നത്? യഹോവയായ ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു. യഹോവ പറയുന്നു, ഞാൻ ഹൃദയത്തെ പരിശോധിക്കുന്നു. അതേ യഹോവ പറയുകയാണ്, ഞാൻ അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തനും അവനവൻ്റെ വഴികൾക്ക് പ്രവൃത്തികൾക്കും ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? യിരെമ്യാ 17:9-10 പറയുന്നുണ്ട്. ശൗലിന് പകരം ഇസ്രയേലിന് മറ്റൊരു രാജാവിനെ തിരഞ്ഞെടുക്കുവാനായി ശമൂവേൽ പ്രവാചകനെ ദൈവം അയച്ചപ്പോൾ ഇശായിയുടെ ആദ്യജാതനായിരിക്കും യഹോവയാൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് ശമൂവേൽ ശമൂവേൽ കരുതിയിരുന്നത് അങ്ങനെയായിരുന്നു. എന്നാൽ യഹോവ എന്താണ് പറഞ്ഞത് ശമൂവേലിനോട്? തിരഞ്ഞെടുക്കപ്പെട്ട ശമൂവേലിന് പറഞ്ഞ എന്താണ്? അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല യഹോവ നോക്കുന്നത്. നമ്മുടെ കണ്ണുകളല്ല യഹോവയുടെ കണ്ണുകൾ, അല്ലേ? നമ്മൾ നോക്കുന്നത് പോലെയല്ല കർത്താവായ ദൈവം നോക്കുന്നത്. മനുഷ്യൻ ബാഹ്യമായത് നോക്കുന്നു, നമ്മൾ ഈ പുറമേ ഉള്ളത് നോക്കുന്നു. ഒരു മനുഷ്യനെ കാണുമ്പോഴത്തേക്കിന് അവൻ്റെ ശരീരരൂപങ്ങളും അവൻ്റെ മുഖഭാവങ്ങളും അവൻ്റെ സംഭാഷണങ്ങളും കണ്ട് നമ്മളൊരു മനുഷ്യനെ വിലയിരുത്തുന്നു. എന്നാൽ യഹോവയായ ദൈവമോ ഹൃദയത്തെ നോക്കുന്നു. ഹൃദയം കാണുന്നവനാണ് ദൈവം. നമുക്ക് ഒരു വ്യക്തിയുടെ ഹൃദയം കാണുവാൻ നമുക്ക് സാധിക്കത്തില്ല, ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. പുറമേ ഒരു മനുഷ്യൻ ചിലപ്പം ഗൗരവമായിട്ടോ ദേഷ്യമായിട്ടോ മോശമായിട്ടോ പ്രവർത്തിച്ചേക്കാം, കണ്ടേക്കാം ഒരു നോട്ടത്തിൽ. പക്ഷേ ഹൃദയം അങ്ങനെ ആയിരിക്കത്തില്ല. അതാണ് ദൈവം പറയുന്നത്, മുഖവും നോക്കാറില്ല, ബാഹ്യമായത് കർത്താവ് നോക്കാറില്ല, ദൈവമോ ഹൃദയത്തെ നോക്കുന്ന ദൈവമെന്ന് അരുളി ചെയ്യുന്നു. ഇതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 1 ശമൂവേൽ 16:7. അത്യുന്നതനായ ദൈവം ശമൂവേലിന് അരുളി ചെയ്യുന്ന ഈ സത്യം ദൈവജനത്തിന് മാർഗദീപമാകണം. ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്കെല്ലാവർക്കും ഇതൊരു മാർഗമായിട്ട് മാറണം. നമ്മളും പരിശുദ്ധ ആത്മാവ് നിറഞ്ഞവരായിരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ കർത്താവിനെ പോലെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കും. ചിലരുടെ മുഖം കാണുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് തോന്നും, എന്നാൽ പക്ഷേ അവർ വളരെ പാവമായിരിക്കും, ഭക്തിയുള്ളവരായിരിക്കും. ചിലരെ കണ്ടാൽ ഒരു ഭക്തിയില്ല, വിശ്വാസമില്ലാത്തവരെ പോലെ കാണും. എന്നാൽ അവർ നല്ല ഭക്തിയുള്ളവരായിരിക്കും അവരുടെ ഹൃദയത്തിൽ. ചിലവർ ഭയങ്കരമായിട്ട് ഭക്തിയുള്ളവരെ പോലെ നടിക്കും, എന്നാൽ അവരുടെ ഹൃദയത്തിനകത്ത് ശരിയായിട്ടുള്ള ഭക്തിയും വിശ്വാസവും കാണത്തില്ല, ദൈവം എന്നുള്ളത് കാണത്തില്ല. അതുകൊണ്ടാണ് നമ്മളും ഈ കർത്താവിൻ്റെ മാർഗം നമ്മൾ സ്വീകരിക്കണം, അതിനെ പിന്തുടരണം. തങ്ങൾ ദൈവത്തിനായി സമർപ്പിച്ചിട്ടും നിരന്തരമായി പ്രാർത്ഥിച്ചിട്ടും ദിവസങ്ങളോളം ഉപവസിച്ചിട്ടും ദാനധർമ്മങ്ങൾ ചെയ്തിട്ടും ദൈവം ഉത്തരമരുളുന്നില്ല. പലരും പറയുന്നത് കേട്ടിട്ടില്ലേ? കുറേ നാൾ പ്രാർത്ഥിച്ച്, കുറേ വർഷം കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറേ നാളുകളായിട്ട് ഉപവസിക്കുന്നു, നല്ല ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, എന്നിട്ടും ഒരു ഉത്തരവും ദൈവം തരുന്നില്ല, ഒരു മറുപടിയില്ല, ഒരു റിസൾട്ടും ഇല്ല, ഒരു നന്മയും നടക്കുന്നില്ല എന്ന് നമ്മൾ പലരും പറയുന്നുണ്ടല്ലോ. അനേക സഹോദരങ്ങൾ ഇതുപോലെ പരാതി പറയുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. മനുഷ്യൻ്റെ ആചാര അനുഷ്ഠാനങ്ങളെ കാളും മനുഷ്യൻ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുപരിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആചാരങ്ങളും വേണ്ട, അനുഷ്ഠാനങ്ങളും വേണ്ട, അതൊന്നും ദൈവത്തിന് വേണ്ട. മനുഷ്യൻ ദൈവ സ്വഭാവത്തിലായി തീരുവാനായിട്ടാണ്
നമ്മൾ പ്രയത്നിക്കേണ്ടത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്? മനുഷ്യൻ ദൈവ സ്വഭാവത്തിലാകണം എന്നുള്ളതാണ്. മനുഷ്യൻ മനുഷ്യ സ്വഭാവത്തിലും ലോക സ്വഭാവത്തിനും ശാരീരികമായിട്ടുള്ള ആഗ്രഹങ്ങളും ആശകളും വെച്ചുകൊണ്ട് ഈ ലോകപരമായിട്ട് ജീവിക്കുന്ന ആ സ്വഭാവമല്ല ദൈവത്തിന് ഇഷ്ടം. മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായിട്ട് മാറണം. ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മൾ പഠിക്കണം, അതുപോലെ പ്രവർത്തിക്കണം. ജീവിതത്തിൽ ഫെയ്ത്ത് ഷുഡ് ആക്ട്, വിശ്വാസവും വേണം, അതുപോലെ പ്രവൃത്തിയും വേണം. ദൈവപ്രവൃത്തി നമ്മളിൽ കാണണം, ദൈവ സ്വഭാവം നമ്മളിൽ ഉണ്ടായിരിക്കണം. നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും എല്ലാം നമ്മുടെ ജീവിത വീക്ഷണങ്ങൾക്ക് മാറ്റം വരുത്തുന്നതും നമ്മെ ദൈവ സ്വഭാവത്തോടു കൂടിയ പുതിയ സൃഷ്ടികളാക്കുന്നതുമാകണം. അതായത് നമ്മൾ പ്രാർത്ഥനയും ഉപവാസങ്ങളും ഒക്കെ ചെയ്യുന്നു എങ്കിലും നമ്മുടെ സ്വഭാവത്തിൽ ആ ദൈവികമായിട്ടുള്ള ഒരു പ്രവർത്തനം കാണുന്നില്ല എങ്കിൽ അത് യാതൊന്നിനും ഉപയോഗമല്ല, പ്രയോജനകരമല്ല. നമ്മളൊരു പുതിയ സൃഷ്ടി ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനകളും ഉപവാസങ്ങളും എല്ലാം എങ്ങനെ ആയിരിക്കണം? ദൈവ സ്വഭാവത്തിലൂടെ ആയിരിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണം. പ്രാർത്ഥിക്കുന്നത് പോലെ ഉപവസിക്കുന്നത് പോലെ നമ്മുടെ പ്രവൃത്തികളും മറ്റുള്ളവർക്ക് പ്രയോജനകരമാണോ എന്നുള്ളതും കൂടെ ദൈവം നോക്കുന്നുണ്ട്. അപ്പോൾ മാത്രമേ നമ്മൾക്കൊരു പുതിയ സൃഷ്ടിയാകുവാൻ സാധിക്കുകയുള്ളൂ. രക്ഷിക്കപ്പെട്ടത് കൊണ്ടോ സ്നാനപ്പെട്ടത് കൊണ്ടോ മാത്രം പുതിയ സൃഷ്ടിയാകുന്നില്ല. പക്ഷേ നമ്മൾ രക്ഷിക്കപ്പെട്ടവരിലും സ്നാനപ്പെട്ടിരിക്കുന്നവരിലും ആ പുതിയ സൃഷ്ടി എന്നുള്ള കാര്യത്തിൽ പഴയ സ്വഭാവം പോയി എന്ന് വെച്ചാൽ ലോകം പൈശാചിക സ്വഭാവം മാറി ദൈവികമായിട്ടുള്ള സ്വഭാവത്തിലൂടെ നമ്മൾ വെളിപ്പെടുമ്പോൾ മാത്രമേ നമ്മൾ ഒരു പുതിയ സൃഷ്ടി ആകുന്നുള്ളൂ. കർത്താവിനെ നമ്മൾ അനുഗമിക്കണം, കർത്താവിൻ്റെ സ്വഭാവം നമ്മൾ ചോദിച്ച് മേടിക്കണം. നമ്മളിലുള്ള അഴുക്കുകളെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞെങ്കിൽ മാത്രമേ നമ്മളൊരു പുതിയ സൃഷ്ടിയാകുകയുള്ളൂ. നമ്മൾ നമുക്ക് തന്നെ സാക്ഷിയാകാൻ പാടില്ല. നമ്മളെ കാണുന്നവർ, നമുക്ക് ചുറ്റുമുള്ളവർ, പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന സ്ഥലങ്ങളിൽ, ചർച്ചുകളിൽ, നമുക്ക് ചുറ്റും ഉള്ള വീടുകൾക്ക് ചുറ്റുമുള്ള അയൽക്കാർ, നമ്മുടെ കുടുംബത്തിലുള്ളവർ നമ്മളെപ്പറ്റി സാക്ഷ്യം പറയണം. നമ്മൾ നമ്മളെപ്പറ്റി സാക്ഷ്യം പറയുന്നതല്ല, ഫസ്റ്റ് നമ്മുടെ വീട്ടിൽ സാക്ഷ്യം വേണം. പിന്നെ നമ്മളായിരിക്കുന്ന ചുറ്റുമുള്ള അയൽക്കാരിൽ സാക്ഷ്യം വേണം. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലത്ത്, ജോലി ചെയ്യുന്ന സ്ഥലത്ത്, കൂട്ടായ്മയിൽ, ചർച്ചുകളിൽ നമ്മളെപ്പറ്റി ഒരു നല്ല സാക്ഷ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് ദൈവത്തിൻ്റെ സ്വഭാവം അവിടെ വെളിപ്പെടുന്നുള്ളൂ. ഓക്കെ. അതല്ലാതെ പ്രാർത്ഥന ഉപവാസം ഒക്കെ ചെയ്തിട്ട് അസൂയയും അത്യാഗ്രഹം, പക, പരിഭവം, ദുർമോഹങ്ങൾ, ദുഷ്പ്രവൃത്തി നിറഞ്ഞ ഹൃദയം, ഇതെല്ലാം ഇതിൽ നിന്നൊക്കെ ഉയരുന്ന പ്രാർത്ഥനകൾ ദൈവത്തിന് സ്വീകാര്യമാണോ? ഹൃദയത്തിനകത്ത് നമുക്ക് പക, പലരോടും നമ്മൾ മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, ദേഷ്യം, ദുർമോഹങ്ങൾ, ഹൃദയത്തിനകത്ത് പല മോഹങ്ങളും വെച്ചുകൊണ്ട്, പിന്നെ ദുഷ്പ്രവൃത്തിയുള്ള ഹൃദയം, ഇതെല്ലാം നമ്മൾ അകത്ത് വെച്ചുകൊണ്ട് അസൂയയും അത്യാഗ്രഹവും പരിഭവം ഒക്കെ മനസ്സിനകത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയും ഉപവാസമൊക്കെ ചെയ്താൽ അത് ദൈവം സ്വീകരിക്കുമോ? തീർച്ചയായിട്ടും സ്വീകരിക്കത്തില്ല. കർത്താവിന് അതൊന്നും താല്പര്യമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതെല്ലാം മനുഷ്യ സ്വഭാവമാണ്. ഇതെല്ലാം എപ്പോഴാണ് നമ്മളിൽ ഉണ്ടായിരുന്നത്? നമ്മൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും സ്നാനപ്പെടുന്നതിന് മുമ്പും കർത്താവായ യേശുവിനെ അറിയുന്നതിന് മുമ്പും ഈ സ്വഭാവക്കാരായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ളവരാകരുത്. നമ്മൾ പുതിയ സൃഷ്ടി ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മളിൽ നിന്ന് എടുത്തു മാറ്റേണ്ടിയിരിക്കുന്നു. നമ്മളെ കൊണ്ട് മാറ്റാൻ കഴിയാത്തത് കർത്താവിനോട് നമ്മൾ ചോദിച്ചിട്ട്, എന്നിൽ ഇങ്ങനെയുള്ളൊരു സ്വഭാവമുണ്ട്, ഇങ്ങനെ ഒരു അസൂയയുണ്ട്, ഒരു അത്യാഗ്രഹമുണ്ട്, ഇത് കണ്ടാലും ആഗ്രഹം, അത് മേടിക്കണം, ഒരു ശാഠ്യം, അത് മേടിച്ചേ പറ്റൂ എന്നുള്ള സ്വഭാവം, പകയുണ്ട്, ചിലരോട് എനിക്ക് മറക്കാൻ പറ്റത്തില്ല, കാണുമ്പോഴേ ദേഷ്യമാണ് എന്നൊക്കെയുള്ള പക അകത്ത് വെച്ചിരിക്കുന്നുണ്ടോ? പരിഭവമുണ്ടോ? ആരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ പറഞ്ഞു, ഇനി അവരോട് മിണ്ടത്തില്ല, ഞാൻ അവരുടെ വീട്ടിൽ പോകത്തില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, എന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞു, അങ്ങനെ എന്തെങ്കിലും പരിഭവമുണ്ടോ? ഇതൊന്നും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. കർത്താവ് പറയുന്ന ശത്രുവിനെ സ്നേഹിക്കാനാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ മാത്രമേ നമ്മളിലുള്ള നമുക്ക് വിരോധമായിട്ട് വരുന്ന ശത്രുവിനെ പോലും ദൈവം മിത്രമാക്കി മാറ്റും. നമ്മളിൽ പല പല മോഹങ്ങളുണ്ട്. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് പല മോഹങ്ങളും നമ്മളിലുണ്ട്.
ആ മോഹങ്ങൾ എന്താണെന്ന് നമുക്ക് തന്നെ ഒന്ന് പരിശോധന ചെയ്ത് ശോധിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്നെ തന്നെ നീ ശോധിച്ച് നോക്കാൻ പറയുന്നതുണ്ട്. ചെക്ക് യുവർ സെൽഫ് എന്നാണ് കർത്താവ് പറയുന്നത്. മറ്റുള്ളവരെ ചെക്ക് ചെയ്യുന്നതിനേക്കാളും മറ്റുള്ളവരെങ്ങനെയാണെന്നുള്ളത് അറിഞ്ഞ് അവരെ പറ്റി പറയുന്നതിനേക്കാളേറെ ഫസ്റ്റ് നമ്മളെ ഒന്ന് ശോധന ചെയ്യുക, നമ്മളെ തന്നെ ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മളിൽ എന്തെല്ലാം കുറവുകളുണ്ടോ, കുറ്റങ്ങളുണ്ടോ, എന്തെല്ലാം പാപങ്ങളുണ്ടോ, കളയേണ്ടത് എന്തൊക്കെയാണ്, നമ്മുടെ കണ്ണിൽ എന്തെല്ലാം കരടുകളുണ്ടോ, അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. നമ്മുടെ കണ്ണിലെ കരട് എടുത്ത് മാറ്റിയിട്ട് വേണം എങ്കിലേ നമുക്ക് തെളിവായിട്ട് കാണാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരട് എന്നല്ലേ കർത്താവ് പറയുന്നത്. അപ്പോൾ അതെല്ലാം മാറ്റാൻ പറ്റാത്ത പലതും നമ്മളിൽ ഉണ്ടായിരിക്കും. അതെല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് പ്രാർത്ഥിച്ച് അതെടുത്ത് മാറ്റണം. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പ്രാർത്ഥന ഒരുപാട് നേരം നീട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. 2 വാക്ക് നമ്മൾ പറഞ്ഞാൽ മതി പ്രാർത്ഥനയിൽ, കർത്താവ് അതിന് സ്വീകരിക്കുകയും അതിന് ഉത്തരമരുളുകയും ചെയ്യും. അങ്ങനെയുള്ള പ്രാർത്ഥനയാണ് ദൈവത്തിന് സ്വീകാര്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഉപവാസമാണ് കർത്താവ് സ്വീകരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കരുത്. അതുതന്നെയാണ് ദൈവം പറയുന്നത്, നമ്മുടെ ഹൃദയത്തെ കാണുന്ന ദൈവം, ഹൃദയത്തിലേക്കാണ് ദൈവം നോക്കുന്നത്. മനുഷ്യൻ നമ്മുടെ മുഖത്ത് നോക്കും, നമ്മൾ നന്നായിട്ട് പാടുന്നോ, പ്രാർത്ഥിക്കുന്നോ, വചനം പറയുന്നോ, ഘോഷിക്കുന്നോ, സുവിശേഷം അറിയിക്കുന്നോ, എവിടെല്ലാം ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നു, ഇതെല്ലാം മനുഷ്യൻ കാണുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം വാസ്തവമാണ്, എത്രത്തോളം വിശ്വാസമായിട്ടുള്ളതാണ്, എത്രത്തോളം വിശ്വസ്തതയുള്ളതാണെന്നുള്ള കാര്യം ദൈവം ഓരോരുത്തരുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്ന ദൈവം, ഹൃദയങ്ങളെ കാണുന്ന ദൈവം, നോക്കുന്ന ദൈവം. അതുകൊണ്ടാണ് ദൈവം പറയും, നമ്മളെപ്പോഴും ദൈവത്തിലൊരു ഭയമുള്ളവരായിരിക്കണം. നമ്മളെന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ ആരും കാണുന്നില്ല എന്നുള്ളൊരു ചിന്ത ആദ്യം കളയുക. ആരും കണ്ടില്ലേലും കർത്താവ് നമ്മളെ കാണുന്നുണ്ട്. കാരണം നമ്മളെ ദൈവം തിരഞ്ഞെടുത്തതാണ്, വിളിച്ച് വേർതിരിച്ചതാണ്. ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ടുള്ള അധികാരവും അങ്ങനെ ഒരു വിളിയും, വിശുദ്ധ വിളിയും ഉണ്ട്. അപ്പം നമ്മുടെ കൂടെ തന്നെ ദൈവം, നമ്മൾ എന്ത് കാണുന്നു, ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, എന്ത് ചിന്തിക്കുന്നത് പോലും ദൈവത്തിന് അറിയാം. അതുകൊണ്ട് ഓരോ സമയത്തും നമ്മൾ ഭയമുള്ളവരായിരിക്കണം. കർത്താവ് എന്നെ കാണുന്നു, മനുഷ്യൻ കണ്ടില്ലേലും, മനുഷ്യർ നമ്മൾ ചെയ്യുന്നത് കാണുന്നില്ല, കേൾക്കുന്നില്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്, ഒരു ഭയം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ദൈവജനമെന്നെ അപമാനിക്കുന്ന ഇസ്രയേലിനോട് അവരുടെ ഹൃദയത്തിൻ്റെ അഗ്രചർമ്മം പരിച്ഛേദന ചെയ്യുവാൻ ആവശ്യപ്പെട്ടത്, ദൈവം ആവശ്യപ്പെട്ടത്. ആവർത്തന പുസ്തകം 10:16 പിന്നെ 30:6 ഇങ്ങനെ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഹൃദയത്തെ നോക്കുന്ന ദൈവത്തിങ്കിലേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ ഹൃദയം കൊണ്ട് ദൈവത്തിങ്കിലേക്ക് നോക്കണം. പൂർണ്ണ ഹൃദയത്തോട് ദൈവത്തിനെ അറിയണം, സ്നേഹിക്കണം, ആരാധിക്കണം. നമ്മൾ ആരാധിക്കുന്ന സമയത്ത് തന്നെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. ആരാധിക്കാൻ കണ്ണടച്ച് ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം ചിലപ്പം പല സ്ഥലങ്ങളിലോട്ട്, മൈൻഡ് എവിടെയെങ്കിലുമൊക്കെ അങ്ങ് പോകും. പക്ഷെ അങ്ങനെയുള്ള ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. ദൈവസന്നിധിയിൽ പോയി കണ്ണടച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്വർഗത്തിലുള്ള ദൈവത്തിങ്കിലേക്ക് ശരീരം, മനസ്സ്, ആത്മാവിനെ ഉയർത്തണം. മെയ് മറന്ന് ദൈവത്തിനെ ആരാധിക്കണം. ചുറ്റുമുള്ളതെല്ലാം നമ്മൾ മറക്കണം. അപ്പോൾ മാത്രമേ ആ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ ഇറങ്ങണം, ആ അഭിഷേകം നമ്മളിൽ ഇറങ്ങണം. നമ്മൾ അങ്ങനെയുള്ളൊരു ആത്മാവിൽ നമ്മൾ ദൈവത്തിനെ ആരാധിക്കണം. ദൈവം ആത്മാവാണ്. അതുകൊണ്ട് നമ്മൾ ശരീരം കൊണ്ടല്ല നമ്മൾ ആരാധിക്കേണ്ടത്, ആത്മാവ് കൊണ്ട് നമ്മൾ ദൈവത്തിനെ ആരാധിക്കണം. ആത്മാവ് കൊണ്ട് നമ്മൾ ആരാധിക്കുമ്പോൾ എന്താകുമെന്ന് വെച്ചാൽ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ അടങ്ങിയിരിക്കത്തില്ല. സോ ഒരു ആത്മാവുമായിട്ട് കണക്റ്റ് ആകും. ആ ആത്മാവ് ഇറങ്ങി വരും. നമ്മൾ ഒരാൾ ആ രീതിയിൽ പ്രാർത്ഥിച്ചാൽ മതി, ആരാധിച്ചാൽ മതി, ദൈവം അവിടെ നിന്ന് ഇറങ്ങി വരും. നമ്മളിലൂടെ ആ സ്ഥലത്ത് ദൈവം പ്രവർത്തിക്കും. ദൈവം അവിടെ ഉലാവും. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉലാവും. നമ്മുടെ ആത്മാവിലൂടെ കണക്ഷൻ ആകുമ്പോൾ, കർത്താവുമായിട്ട് കണക്ഷൻ ആകുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ഇറങ്ങുമ്പോൾ, നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ചാർജ്, നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുന്നതാണ്. നമ്മുടെ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഒരു കണക്ഷൻ കൊടുക്കും. കണക്ഷൻ ആ ഒരു പവർ അകത്തോട്ട് ചെല്ലുമ്പോൾ, ചാർജ് ആകുമ്പോൾ അതിനകം മൊത്തവും ചാർജ് ആകുന്നുണ്ട്. അപ്പം അതുപോലെയാണ് നമ്മുടെ ശരീരവും. ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് നിറയുമ്പോൾ ഹൃദയത്തിൽ നിറയുന്നു. ഹൃദയത്തിനകത്തൂടെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളിൽ നിറയുന്നതും നമ്മൾ ആ ദൈവ സാന്നിധ്യത്തിന് നമുക്ക് ശരിക്കും അനുഭവിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ശക്തി നമ്മളിൽ ഇറങ്ങുമ്പോൾ, പരിശുദ്ധ അഗ്നി ഇറങ്ങുമ്പോൾ, നമ്മളിലുള്ള ആ സ്വഭാവങ്ങൾ, ദുഷ്പ്രവൃത്തികൾ, അസൂയ, പക,
പരിഭവം, ദുഷ്ടഹൃദയം, ദുഷ്ടചിന്തകൾ ഇതെല്ലാം നീങ്ങിപ്പോയി ദൈവിക സ്വഭാവം നമ്മളിൽ ഇറങ്ങും. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് കിട്ടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്വഭാവം നമ്മൾ വെളിപ്പെടണം. ആത്മഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിൻ്റെ യഥാർത്ഥ സാക്ഷികളായിട്ട് നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ നമ്മളെ തേടി ആൾക്കാർ വരും. ഇന്ന ആളിൻ്റെ അടുത്ത് പോയി നമ്മുടെ പ്രശ്നങ്ങൾ പറയാം, അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരിലൂടെ ദൈവം എനിക്ക് വിടുതൽ തരും. അവരോട് സംസാരിക്കുമ്പോൾ നല്ല ആശ്വാസ വാക്കുകൾ കിട്ടും, നല്ല വാക്കുകൾ അവർ തരും. അവരുടെ വാക്കുകൾ എനിക്കൊരു ഹൃദയത്തിനൊരു നല്ല കുഴമ്പ് പോലെ, ഒരു മരുന്ന് പോലെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ നമുക്ക് വെളിപ്പെടണം. അങ്ങനെ നമ്മളെ തേടി ആൾക്കാർ വേദനയോടും വിഷമത്തോടെ ഇരിക്കുന്നവർ വരണം. അങ്ങനെ വരുന്നെന്നുണ്ടെങ്കിൽ നമ്മളൊരു നല്ല ഒരു തൈലം എങ്ങനെയാണ് നമ്മളെ സുഖപ്പെടുന്നത് അതുപോലെ ആയിരിക്കണം. അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനാണ് ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. അത് നമ്മൾ അറിഞ്ഞ് നമ്മൾ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. സറണ്ടർ യുവർ സെൽഫ് ടോട്ടലി, സബ്മിറ്റ് യുവർ സെൽഫ് ടോട്ടലി, പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കണം. അത് നമ്മൾ സമർപ്പിക്കുമ്പോൾ നാവ് കൊണ്ട് മാത്രമല്ല, ഹൃദയം കൊണ്ട് സമർപ്പിക്കണം. അത് ആത്മാവ് ഏറ്റെടുക്കണം. ഓരോ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളും എടുത്ത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇത് എൻ്റേതായിട്ട് നമ്മൾ പറയണം, എൻ്റേതായിട്ട് ഒന്നുമില്ല കർത്താവ്, എനിക്കുള്ളതെല്ലാം നിൻ്റേതാണ്. ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. എനിക്ക് സ്വന്തമല്ല. ഈ ശരീരവും മനസ്സും ആത്മാവും ഒന്നും എനിക്ക് സ്വന്തമല്ല, നിൻ്റേതാണ്, നിൻ്റെ ദാനമാണ്. ഈ ജീവൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു, ഈ ശരീരം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇത് നിനക്കുള്ളതാണ്. എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരവും മനസ്സും ആത്മാവും നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. എന്നെ എടുത്ത് ഉപയോഗിക്കണേ അപ്പാ. എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയില്ല, എനിക്ക് പ്രാർത്ഥന പഠിപ്പിച്ച് തരണമേ. എനിക്ക് വചനം വായിക്കാനായിട്ട് മനസ്സില്ല, ആ മനസ്സ് തരണമേ. വചനം വായിച്ചാൽ മനസ്സിലാകുന്നില്ല, എനിക്ക് മനസ്സിലാക്കി തരണമേ. എനിക്ക് ജ്ഞാനം കുറവാണ്, എനിക്ക് അറിവ് കുറവാണ്, എനിക്ക് പഠിപ്പില്ല. എനിക്കിതെല്ലാം കർത്താവേ ആത്മാവിലൂടെ എന്നെ നടത്തണമേ. ഞാൻ മനുഷ്യനെയല്ല നിന്നെ ആശ്രയിക്കുന്നു, എന്നെ തന്നെ സമർപ്പിക്കുന്നു. എന്നിലൂടെ നീ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദൈവമേ, നീ എന്നെ എടുത്ത് ഉപയോഗിച്ചു കൊള്ളണമേ. എന്നെ തന്നെ തരുന്നു കർത്താവ്. ഞാൻ ഇവിടെ പോകണം, എന്ത് ചെയ്യണം, ആരോട് സംസാരിക്കണം, നിന്നെ പറ്റി ആരോടെങ്കിലും പറയുവാനായിട്ട് എന്നെ അനുവദിക്കണമേ കർത്താവേ. എന്നെ അനുഗ്രഹിച്ച ദൈവമേ, എന്നിലൂടെ മറ്റുള്ളവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറയണം. എൻ്റെ നാവ് മോശം സംസാരിക്കാതെ, ദോഷം സംസാരിക്കാതെ വണ്ണം എൻ്റെ നാവിനെ നീ കാത്തുകൊള്ളുവാനായിട്ട് നിൻ്റെ ദൂതനെ എനിക്ക് നാവിനെ കാവൽ നിർത്തണമേ പിതാവേ. എൻ്റെ കർത്താവിന് ഹിതമില്ലാത്തതൊന്നും ഞാൻ പറയരുത്, സംസാരിക്കരുത്. എൻ്റെ വീട്ടിൽ തന്നെ നീ എന്നെ ഒരു സാക്ഷിയാക്കി മാറ്റണം. നിൻ്റെ അഭിഷേകം എനിക്ക് തരണമേ. അപ്പോൾ ഞാൻ നിവർന്ന് നിൽക്കും, വിശ്വാസത്തോടെ നിൽക്കും, ബോൾഡായിട്ട് നിൽക്കും. അപ്പോൾ ഒരു ദുഷ്ടശക്തികൾക്കോ ദുഷ്ടമനുഷ്യർക്കോ എൻ്റെ മുമ്പിൽ നിൽക്കുവാൻ സാധ്യമല്ലല്ലോ കർത്താവെ. അതേപോലെ നിന്നെ പോലെ എന്നെ ആക്കി തീർക്കണം. നിൻ്റെ സ്വഭാവം, നിൻ്റെ ബുദ്ധി, നിൻ്റെ ജ്ഞാനം, നിൻ്റെ കൃപ, നിൻ്റെ ശക്തി, നിൻ്റെ ബലം, നിൻ്റെ ആത്മാവ് പരിശുദ്ധ പിതാവിനിലേക്ക് ഒഴുക്കണമേ നാഥ. ഞാനും നിന്നെ പോലെ മാറി, എൻ്റെ അകത്തുള്ള എല്ലാ അന്ധകാര ശക്തികളും മാറി, ഇരുൾ നീങ്ങി കർത്താവെ ഞാൻ വെളിച്ചമായിട്ട്, മറ്റുള്ളവർക്ക് വെളിച്ചമായിട്ട് മാറുവാൻ, നിൻ്റെ സാക്ഷിയായിട്ട് മാറുവാൻ ഞാൻ ആഗ്രഹിച്ച് നിൻ്റെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു എന്ന് ഒന്ന് ചോദിക്കാമോ? തീർച്ചയായിട്ടും പിതാവായ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങൾ ചോദിക്കുന്നതെല്ലാം ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദൈവം നിങ്ങളെ നടത്തും. ഒരുപക്ഷെ എന്തെങ്കിലും